നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ സാധ്യമായ സഹായം പോലും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു സമീപനമാണ് കേസ് കോടതിയിലെത്തുന്ന സമയത്ത് എടുത്തത്. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ യമനിലേക്ക് യാത്രാവിലക്കുള്ളത് കൊണ്ട് പിന്നെ സർക്കാർ തന്നെ ആദ്യം നമ്മൾ യാത്രാനുമതി ചോദിക്കുന്ന സമയത്ത് പോകുന്നതിന് എതിർപ്പ് അറിയിക്കുന്നു, യാത്രാനുമതി തരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ പോകുന്നില്ല, സർക്കാർ ഈ പറയുന്ന നെഗോസിയേഷൻ നടത്തിയാൽ മതി, ഞങ്ങൾ ആവശ്യമായ പണം അത് എത്രയാണെങ്കിലും ആക്ഷൻ കൗൺസിൽ തരാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സർക്കാർ എംബസി ഉപയോഗിച്ച്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കുടുംബവുമായി നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആ പണം ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിച്ചു തരാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതുപോലും ചെയ്യാൻ തയ്യാറല്ല എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത്, ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത്. അവർ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന പ്രോസസ്സിനെ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ നെഗോസിയേഷൻ പ്രോസസ്സിനകത്ത് പങ്കെടുക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾക്കുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവിടേക്ക് സർക്കാർ ചെയ്യുകയുമില്ല, നമുക്ക് പോവാൻ അനുമതി തരുന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും കോടതിയിൽ പോകേണ്ടി വന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടാക്കിയ ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത്. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ മറ്റൊരു രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം മറ്റു ലോകരാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ സിറ്റിസൺഷിനെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് സാധ്യമായുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഇന്ത്യൻ സർക്കാർ മൈഗ്രൻസിനോട് എടുക്കുന്ന, ഈ പറയുന്ന പ്രവാസികളോട് എടുക്കുന്ന സമീപനം ഇങ്ങനെ ആയി പോകുന്നതിൽ വലിയ ദുഃഖമുണ്ട്. ഇങ്ങനെ ആവരുത്, ഇത് മാറണം. അതിനുള്ള ഒരു നിമിത്തം കൂടി ആവട്ടെ നിമിഷ കേസ് എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ റീസെന്റ് ആയ ഒരു ഉദാഹരണമൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ആ റീസെന്റ് ആയ ഉദാഹരണത്തിനകത്ത് പോലും അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. റഹീമിന്റെ കേസിനകത്ത് എങ്ങനെയാണ് ഒരു കേരളീയ സമൂഹം ഒരുമിച്ച് കൈകോർത്തതെന്ന് നമുക്കറിയാം. അപ്പൊ അതേ സാഹചര്യം തന്നെ നിമിഷയുടെ കേസിനകത്ത് ആകെ നമ്മളെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് യമനിലുള്ള രാഷ്ട്രീയ സാഹചര്യവും അവിടേക്കുള്ള യാത്രാവിലക്കുമാണ്. അതിപ്പോ നമ്മൾ കോടതിയിൽ പോയി ആ യാത്രാവിലക്ക് മറികടക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ നാളെ അമ്മ എത്തുന്നതോടുകൂടി കുറെ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടേതായ മറ്റു പല ആളുകളും ഇതിനകത്ത് MA യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾ, ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകളെ ഞങ്ങൾ ഓൺ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെല്ലാം നേരത്തെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ 2-3 പേരുകൾ പറഞ്ഞത് നമുക്ക് എല്ലാ കേരളീയ സമൂഹത്തിന് അറിയാവുന്ന 2-3 പേരുകളാണ്. ഇതല്ലാത്ത നിരവധി ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി അവിടുത്തെ ഗോത്രത്തലവന്മാരായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടും അങ്ങനെ യമനി കമ്മ്യൂണിറ്റി നേതാക്കന്മാർ തന്നെ, വിവിധ രാജ്യങ്ങളിലെ യമനി കമ്മ്യൂണിറ്റി നേതാക്കന്മാർ തന്നെ നമ്മളെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളായി തീർക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവായി പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, റഹീമിന്റെ കേസിനകത്ത് എങ്ങനെയാണോ കേരളത്തിലെ മാധ്യമങ്ങളും സമൂഹവും പിന്തുണച്ചത്, അതുപോലെ നിമിഷയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ഇപ്പോ അമ്മയ്ക്ക് പോകാനുള്ള അനുമതി ഈ പറയുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന യമനിൽ കഴിഞ്ഞ 10-24 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സിറ്റിസനാണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിനോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയുണ്ട്. മറ്റു ചില ഇന്ത്യൻ കുടുംബങ്ങളൊക്കെ ഉണ്ട്, സനയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് താമസവും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ മിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.